ഇപ്പോൾ ഒരു ദേശീയ ദിനപത്രത്തിൻ്റെ റിവ്യൂ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിരുന്നു ദില്ലിയിൽ, ദേശീയ മാധ്യമത്തിൽ വന്നതാണ്. അതായത് ഇടതുപക്ഷ MLA-മാർക്ക് വലിയ തോതിൽ സ്വീകാര്യത മണ്ഡലങ്ങളിലുണ്ട് എന്ന് പറയുന്ന ഒരു റിവ്യൂ. അത് കോൺഗ്രസിൻ്റെ തന്നെ സർവേയിലും മറ്റതും കണ്ടെത്തിയതാണെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതൊരു പ്രധാന വിഷയം. കേരളത്തിൽ ഈ അടുത്ത കാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത, ഒരു മണ്ഡലത്തിൽ നിയമസഭയിൽ വലിയ ലീഡിന് ഒരു മുന്നണി ജയിച്ചാൽ ലോകസഭയിൽ അത് വലിയ ലീഡിന് വേറൊരു മുന്നണിക്ക് വരുന്നു. ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് വോട്ട് കേരളത്തിൽ വന്നിരിക്കുകയാണ്. മുന്നണികളുടെ ഉറച്ച വോട്ട് എന്ന കൺസെപ്റ്റിൻ്റെ ചെറിയ കുറവ് വരുന്നുണ്ട്. ഒരു വലിയ ശതമാനം വോട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഫ്ലോട്ടിംഗ് വോട്ടാണ്. അതിൽ ജനപ്രതിനിധികളുടെ പ്രവർത്തനം ഗുണം ചെയ്യും. അത് അതേ ജനപ്രതിനിധി തന്നെ മത്സരിക്കണമെന്നുമില്ല. ആ ജനപ്രതിനിധി നന്നായി പെർഫോം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെ അടുത്ത സ്ഥാനാർത്ഥി വന്നാൽ അവർക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MLA-മാർക്ക് വലിയ റോളുണ്ട്. LDF-ൻ്റെ 98 MLA-മാരും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും കുറേ ആളുകൾ സ്ഥാനാർത്ഥികളായിരിക്കുമല്ലോ. ആ പെർഫോമൻസ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ LDF-ന് പ്ലസ്സാണ്. ആ പ്ലസ് എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നതിൻ്റെ MLA-മാർ പെർഫോം ചെയ്തതുകൊണ്ടാണല്ലോ. MLA-മാർ പെർഫോം ചെയ്യണമെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് സർക്കാരാണ്. അല്ല, അപ്പോൾ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം നമ്മൾ കാണേണ്ടത്. കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വ്യത്യസ്ത നിലയിൽ ചിന്തിച്ചാണ് വോട്ട് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ പൊളിറ്റിക്സ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും പ്രാദേശികമായ കാര്യങ്ങൾ, സ്ഥാനാർത്ഥി ഒരു ഘടകമാണ്. ഒരു മുന്നണിയുടെ ഒരു നാട് മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ആ വാർഡിൽ 1000 വോട്ടാണെങ്കിൽ 600 വോട്ട് ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മുന്നണിക്കെതിരെ 200 വോട്ടേ കിട്ടുള്ളൂ. 400 വോട്ട് നേരെ തിരിച്ചപ്പുറം പോകും. ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ 2005 മുതൽ എടുത്ത് പരിശോധിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. LDF-ന് 2005, 2006, 2011, 2012, 2015, 2016, 2021, 2021 തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് മാസങ്ങൾ കഴിയുമ്പോഴേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുന്നു. ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ ഞാൻ പ്രണോയ് റോയിയെ പോലെ വളരെ സീനിയറായ ജേർണലിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. അതായത് 2 മുന്നണികളിൽ LDF-നാണ് വോട്ട് കുറഞ്ഞൊരു ഘട്ടത്തിൽ അതിൽ നിന്ന് മറികടന്ന് മുന്നോട്ട് കയറി വരാനുള്ള ശേഷി കേരളത്തിൽ UDF-നേക്കാൾ വളരെയധികം LDF-നാണ്. അത് LSTD ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. ഓക്കെ, എല്ലാ തവണയും ഈ പറഞ്ഞ 4 ഇലക്ഷൻ എടുത്തപ്പോൾ 2006, 11, 16, 21 4 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 4 തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് അതിനേക്കാൾ കുറവായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ.